നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ എന്ന് വേൾഡ് കപ്പ് കളിക്കും? IM വിജയനെയും VP സത്യനെയും ഒക്കെ കണ്ട് കോരിത്തിരച്ച ഫുട്ബോൾ പ്രേമികൾ വർഷങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ്. ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ഒരു പറ്റം ആരാധകരുള്ള നമ്മുടെ രാജ്യത്ത് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അവർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ ഇതുപോലെയുള്ള ഇന്ത്യ പോലെയുള്ള ലോകത്തിലെ വലിയ രാജ്യങ്ങൾ ഫുട്ബോൾ ലോകകപ്പിൻ്റെ പടി കാണാതിരിക്കുമ്പോൾ കേപ്പ് വെർഡെ എന്ന ആഫ്രിക്കൻ രാജ്യം അവർക്ക് മുന്നിൽ വലിയ മാതൃകയാണ്. കേവലം ലക്ഷങ്ങൾ മാത്രം ജനസംഖ്യ ഉള്ള ഒരു രാജ്യം ഇന്ന് സാക്ഷാൽ അർജന്റീനയെ വിറപ്പിച്ചാണ് അവരുടെ മടക്കം. അവർ രാജ്യത്തിൻ്റെ അഭിമാനമായി രാജ്യത്തെ ലോകത്തിന് മുൻപിൽ ഫുട്ബോളിൻ്റെ പേരിൽ കേപ്പ് വെർഡെ എന്ന രാജ്യം ഇപ്പോൾ അറിയപ്പെടുകയാണ്. ഇന്ന് നടന്ന മത്സരം കേപ്പ് വെർഡെയുടെ വലിയ ഒരു വരവായിരുന്നു. ആദ്യമായി ലോകകപ്പിൽ യോഗ്യത നേടിയ ടീം ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത് അഭിമാനം ആവോളം ഉയർത്തിയാണ്. വേണമെങ്കിൽ ഒരു ലോകകപ്പ് ഫുട്ബോൾ അവരുടെ രാജ്യത്തെ കൊണ്ടുപോകുന്ന പ്രതീതിയിലാണ് ആ രാജ്യം അവരെ സ്വീകരിക്കുന്നത്. ഇത് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ കേപ്പ് വെർഡെയുടെ വീരേതിഹാസം. ആദ്യം തലക്കെട്ടുകൾ. കേപ്പ് വെർഡെയ്ക്ക് മുന്നിൽ വിറച്ച അർജന്റീന. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടത് 2-3 ഗോളുകൾക്ക്. ജയം എക്സ്ട്രാ ടൈമിൽ. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് എതിരാളി. ഓസ്ട്രേലിയയെ ഈജിപ്ത് മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. വിവാദത്തിരയിൽ വിഴിഞ്ഞം. MSC നിക്ഷേപത്തിൽ കോൺഗ്രസിൽ പടയൊരുക്കം. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് KC വിഭാഗം. അദാനിയുടെ നീക്കം അറിഞ്ഞില്ലെന്ന വാദം വിശ്വസിക്കാനാവില്ല. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി CPM-ഉം. വിഴിഞ്ഞത്ത് ഇന്ന് പ്രതിഷേധ സംഗമം. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വഴിയൊരുക്കാണെന്ന പേരിൽ ചുറ്റുമതിലുകൾ തകർത്ത നിർമ്മാണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ തിരുവനന്തപുരം കുഴിവിള സ്വദേശികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. താരസംഘടനയിൽ സംഘർഷം കടുക്കുന്നു. അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ച് രമേശ് പിഷാരടി. നിലപാട് പറയാൻ അൻസിബ ഹസനും മാല പാർവതിയും അടക്കമുള്ള നടിമാർ. വാർത്താ സമ്മേളനം കൊച്ചിയിൽ. അയോധ്യ ക്ഷേത്ര തട്ടിപ്പിൽ പുതിയ നീക്കവുമായി അന്വേഷണ സംഘം. 5 വർഷത്തെ ട്രസ്റ്റിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റ് ചെയ്യും. QR കോഡ് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയെന്നു കണ്ടെത്തൽ. 7.5 കോടി പ്രതികൾ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിയെടുത്തുവെന്നും അന്വേഷണ സംഘം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ. ചടങ്ങിൽ ഹമാസ് നേതാവും 100ഓളം രാജ്യങ്ങളിലെ ജനപ്രതിനിധികളും ലക്ഷക്കണക്കിന് ജനങ്ങളും ടെഹ്റാനിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ലോക ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നിപ്പോൾ കേപ്പ് വെർഡെ എന്ന ചെറിയ ആഫ്രിക്കൻ രാജ്യം അവരുടെ പോരാട്ട മികവ് കൊണ്ട് ലോകം ജയിച്ച മട്ടിലാണ് വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങുന്നത്. അവരുടെ മുന്നിൽ ലോക ചാമ്പ്യന്മാർ സാക്ഷാൽ അർജന്റീന വിയർത്തു. അർജന്റീന പ്രീ ക്വാർട്ടറിൽ കയറി. മെസ്സി ഗോൾ നേടി. എങ്കിലും കേപ്പ് വെർഡെ ആയിരിക്കും ഈ ലോകകപ്പിലെ കറുത്ത കുതിരകൾ. അവരാകും ഈ ലോകകപ്പിലെ താരങ്ങൾ, സംശയമില്ല. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത്. പിന്നിൽ പോയ ശേഷം 2 തവണ തിരിച്ചടിച്ച കേപ്പ് വെർഡെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഫിനിഷിംഗിലെ മൂർച്ചക്കുറവാണ് കേപ്പ് വെർഡെയ്ക്ക് തിരിച്ചടിയായത്. നല്ല പോരാട്ടമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇങ്ങനെയൊക്കെ വിചാരിച്ചോ അവർ ഇത്ര തിരിച്ചടിക്കും? അവസാന നിമിഷം അടിപൊളി. തോൽക്കുന്നില്ല, പക്ഷെ ജയിക്കും. എന്തായാലും നമ്മൾ ജയിച്ചു. ചെറിയ ടീമല്ല. നല്ല കളി, അടിപൊളി.
അടിപൊളിയല്ലേ? അല്ല ടെൻഷൻ അടിച്ച കുറെ ഇല്ല ടെൻഷനൊന്നുമില്ല. അല്ല അടി തിരിച്ചടി അങ്ങനെ നടന്നത് ഇല്ലേ? കളിക്കാനല്ലോ ഉസാറല്ലോ. ബ്രസീലുകാരോട് ഒരു കാര്യം പറയാണ്ട്, ബ്രസീലുകാരെ കളി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത കളി എന്തായാലും എത്തിക്കൂലേ? അർജന്റീനയുടെ തോൽവി കാണാൻ നിന്നവര് വെറുതെ ഉറക്കൊഴിച്ച് ഈ കൊല്ലം മെസ്സി കൊണ്ടുപോകും കപ്പ്. അല്ല ഭയങ്കര മത്സരമായിരുന്നല്ലേ? ടെൻഷൻ അടിച്ച് ശരിക്കും അവസാനം വരെ ഉണ്ടായിരുന്നല്ലേ? ഉറങ്ങിയില്ല. കളി ഉഷാർ കളിയല്ലേ, ടൈ ആയിരുന്നു. എല്ലാരും വിചാരിച്ചു അർജന്റീന ജയിക്കില്ലാന്ന്. അതൊരു ചെറിയൊരു ടീമാണെന്നും പറഞ്ഞിട്ടാണ് ഇത് ജയിക്കാണ് പറയും. എന്താണ് അർജന്റീനക്ക് നേരത്തെ കപ്പുണ്ട്, അവര് കളിക്കുന്നവരാണെന്ന് പറയും. അഥവാ അർജന്റീന ജയിച്ചില്ലെങ്കിൽ പറയും ഈ ചെറിയ ടീമിന്റെ മുന്നിൽ നിന്ന് പോലും തോറ്റുപോയല്ലോ എന്ന് പറയും. എന്തൊക്കെയായാലും അർജന്റീന അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്, ജയിച്ചു. അർജന്റീന കളിച്ചതിൽ ഏറ്റവും ടൈറ്റ് മത്സരം ഇതാണ്. അല്ല ഇത് കുഞ്ഞു ടീമാണ്, കളിയാക്കിയ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഓൾക്കുള്ള ഒരു പാടാണ്. ഇത് അത്ര ചെറിയ ടീമല്ല. ഓലിക്കൊന്ന് ബാക്കി വലിയ ഫ്രാൻസിന്റെ ഒക്കെ ലൈക്ക് ആ ഒരു ലെവലുള്ള കളിയാണ് അവര് കളിക്കുന്നത്. എൽദോ അപ്പോൾ പുതുശ്ശേരി ചേരും. എൽദോ, മൈതാനത്ത് കേപ്പ് വെർദെ കാട്ടിയ വിസ്മയം സംശയമില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ലോകകപ്പിൽ അവർ പുറത്തായെങ്കിലും ഓർമ്മിക്കപ്പെടുന്ന ടീമായി അവരുടെ അടയാളം ആ ലോകകപ്പ് മൈതാനത്ത് കാട്ടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അവർ ജയിക്കേണ്ട ഒരു മത്സരമെന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചത്? അർജന്റീനയുടെ കളി മികവുണ്ട്, അതിനൊപ്പം മറ്റ് പല ഘടകങ്ങളും കേപ്പ് വെർദെയെ പുറകോട്ടടിച്ചല്ലോ. വണങ്ങിയേ പറ്റൂ രഞ്ജിത്ത് രാമചന്ദ്രൻ. ഈ കേപ്പ് വെർഡേക്ക് മുന്നിൽ അസാധ്യമായിരുന്നു കേപ്പ് വെർഡേയുടെ പ്രകടനം. അർജന്റീന ലോക ചാമ്പ്യന്മാർ കേപ്പ് വെർഡേക്ക് മുന്നിലെത്തുമ്പോൾ പ്രവചനങ്ങൾ അതൊരു ക്ലീൻ ഷീറ്റായിരുന്നു. പക്ഷേ അർജന്റീന ഗോൾ നേട്ടത്തോട് തുടങ്ങി. ലയണൽ മെസ്സിയുടെ ഗോളിലാണ് അർജന്റീന തുടങ്ങിയത് എങ്കിൽ പോലും പിന്നീട് കേപ്പ് വെർഡെ കാട്ടിയ പോരാട്ട വീര്യം, അവർ കാട്ടിയ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു മനോനില, ഇതാണ് മത്സരത്തിൽ ഏറ്റവും ആവേശകരമായി മാറിയത്. 2 തവണ പിന്നിൽ പോയി 2 തവണ തിരിച്ചടിച്ച് അവർ ഒപ്പത്തൊരൊപ്പമെത്തി. അങ്ങനെ ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തിച്ചു. അതായത് ആദ്യത്തെ അരമണിക്കൂർ പിടിച്ചു നിൽക്കാൻ പാടുപെടുമെന്ന് കരുതിയ കേപ്പ് വെർഡെയാണ് ഈ മത്സരത്തിൽ അർജന്റീന എന്ന ലോക ചാമ്പ്യന്മാരെ, ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ട് എത്തിച്ചത്. ആ എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റിലും ഈ അർജന്റീനയ്ക്ക് വിയർത്ത വെള്ളം കുടിക്കേണ്ട സാഹചര്യമായിരുന്നു. അർജന്റീന ആരാധകർ പോലും സമ്മതിക്കും, രക്ഷപ്പെട്ടതാണ് അർജന്റീന ഈ ദിവസത്തിൽ എന്നുള്ളത്. കഷ്ടിച്ച് അർജന്റീന കടന്നുകൂടി പ്രീ ക്വാർട്ടറിലേക്ക് എന്ന് വേണം പറയാൻ. ഈ ഒരു മത്സരവുമായാണ് അർജന്റീന മുന്നോട്ട് പോകുന്നതെങ്കിൽ വല്ലാത്ത തോതിൽ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അർജന്റീനയുടെ ആക്രമണങ്ങൾ അത് ഗംഭീരമായിരുന്നു. തുടരെ അർജന്റീന ഇരമ്പിയെത്തി ഗോൾ പോസ്റ്റിലേക്ക്, കേപ്പ് വെർദെ ഗോൾ പോസ്റ്റിലേക്ക്. അതിൽ ഏറ്റവും പ്രധാനമായി മാറിയത് അവരുടെ ഗോൾ കീപ്പർ വൊസീഞ്ഞ തന്നെയാണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആരാൻ ചോദിച്ചാൽ ഉത്തരം മറ്റൊന്നില്ല, വൊസീഞ്ഞ. 8 സേവുകളാണ് വൊസീഞ്ഞ അർജന്റീനയുടെ തുടരാക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സി 29ാം മിനിറ്റിലാണ്, അതായത് ആദ്യത്തെ അരമണിക്കൂർ അർജന്റീനയെ നിശബ്ദമാക്കിയ ശേഷം ലയണൽ മെസ്സിയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. ആ മെസ്സിക്ക് മുന്നിൽ ഏതു വാതിലും തുറക്കുമെന്ന് പറയുന്നത് പോലെ കേപ്പ് വെർദെ പൂട്ടിയ ആ ചങ്ങല എല്ലാം പൊട്ടിച്ച് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ആ വാതിൽ തുറന്ന് ഗോൾ നേടി. അതൊരു സെക്കൻഡ് ടച്ചിൽ തന്നെ മനോഹരമായി തന്നെ ഫിനിഷ് ചെയ്തു. അവിടെ വൊസീഞ്ഞയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മെസ്സിയുടെ ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് മുന്നിൽ. അങ്ങനെ 1-0 ലീഡെടുത്തു അർജന്റീനയെങ്കിൽ 2ാം പകുതിയിൽ ഡുവാർട്സ് 59ാം മിനിറ്റിലാണ് അർജന്റീന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കേപ്പ് വെർദെ ആരാധകരെ ആനന്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഗോൾ നേടുന്നത്. അങ്ങനെ 1-1 സമനിലയിലേക്ക് പോകുന്നു മത്സരം. ഇഞ്ചുറി ടൈം അവിടെ 1-1 സമനില. ഏറ്റവും ഒടുവിൽ റഫറി എക്സ്ട്രാ ടൈമിലേക്ക് തീരുമാനം പോവുകയാണ്. അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ 93ാം മിനിറ്റിലാണ് ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന ലീഡ് 2-1 എന്നാക്കുന്നത്. അപ്പോൾ ആരാധകർ അപ്പോഴും പ്രതീക്ഷിച്ചു ഇനി അവർ തിരിച്ചടിക്കില്ലായിരുന്നു. പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന തരത്തിലായിരുന്നു കേപ്പ് വെർദെയുടെ പ്രകടനം. അവിടെ കേപ്പ് വെർദെയുടെ സിഡ്നി കാബ്രാൽ നേടിയ ഒരു ഗോൾ, അതൊരു അവിശ്വസനീയ ഗോളാണ്. അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ ബോക്സിന്റെ വെളിയിൽ നിന്ന് അയാൾ തൊടുത്ത ഒരു ഷോട്ട് അർജന്റീന പോസ്റ്റിന്റെ വലതുമൂലയിൽ മുകളിൽ ഒന്ന് പതിക്കുമ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഗോൾ കീപ്പർ ദിബുവിന് അല്ലെങ്കിൽ എമിലിയാനോ മാർട്ടിനസിന്. അയാളെ തീർത്തും നിഷ്പ്രഭനാക്കിക്കൊണ്ട് അവർ സമനില പിടിക്കുന്നു. അർജന്റീന ഞെട്ടിത്തരിച്ചു പോയ നിമിഷമാണ്. അങ്ങനെ വീണ്ടും അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നിയപ്പോഴാണ് അർജന്റീനയ്ക്ക് വേണ്ടി അവിടെ ക്രിസ്ത്യൻ റൊമേറോ ഒരു ഹെഡറിലൂടെ ഗോൾ നേടുന്നത്. അത് കേപ്പ് വെർഡെയുടെ ഡിഫൻഡറുടെ ദേഹത്ത് തട്ടിയത് ഒരു ഓൺ ഗോളായി മാറി. പക്ഷേ റൊമേറോയുടെ ക്ലീൻ ഹെഡർ തന്നെയായിരുന്നു. ജസ്റ്റ് ശരീരത്തിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്ത് പോസ്റ്റിലേക്ക് എത്തിയതുകൊണ്ട് അത് ഓൺ ഗോളായി വിധിച്ചു എന്ന് മാത്രം. ഇനി
ഈ മത്സരത്തെ നമ്മൾ ഒരിക്കലും സ്കോർ കാർഡ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൽ അർജന്റീന നന്നായി കളിച്ചിട്ടുണ്ട്, തുടരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അർജന്റീനയുടെ പാസുകളിലെ കൃത്യത കുറവ് ഇന്ന് പ്രകടമായിരുന്നു. ചില പ്രശ്നങ്ങൾ നിഴലിച്ചു. ലയണൽ മെസ്സിയിലേക്ക് പതിവ് പോലെ പന്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വിങ്ങുകളിലൂടെ കൂടുതൽ എത്തിയില്ല. ഇവർ ഡയഗണലി പന്തുമായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അർജന്റീനയുടെ മുന്നേറ്റത്തിൽ പ്രധാനമായും കണ്ടത്. അത് തന്നെയാണ് കേപ്പ് വെർദെ കൃത്യമായി ഉപയോഗിച്ചതും. കേപ്പ് വെർദെക്ക് അർജന്റീനയുടെ നീക്കങ്ങൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞതും അത്തരത്തിലാണ്. ഇനി കേപ്പ് വെർദെയുടെ ഡിഫൻസ് അത് എടുത്തു പറയണം. ആ ഡിഫൻസ് സോളിഡ് ആയിരുന്നു. എപ്പോഴും ആ ഡിഫൻസീവ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്താണെങ്കിലും ലോക ചാമ്പ്യന്മാർക്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ എത്തുന്നവർക്ക് 2 ഡിഫൻഡർമാരാണ് ഇത് തുണയായത്. ഒന്ന് ക്രിസ്ത്യൻ റൊമേറോയും ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസും. രണ്ടുപേരും അർജന്റീനയ്ക്ക് വേണ്ടി ഇന്ന് ഗോൾ സ്കോർ ചെയ്തു. കേപ്പ് വെർഡെക്ക് വേണ്ടി 8 സേവുകളാണ് വൊസീഞ്ഞ എന്ന ബ്രില്യൻ ഗോൾ കീപ്പർ നടത്തിയത്. 90 മിനിറ്റിൽ 7 സേവുകൾ. അതിലൊന്ന് ലയണൽ മെസ്സിയുടെ ഒരു ഗംഭീര ഫ്രീ കിക്ക് ഉൾപ്പെടുന്നു. ഗോൾ കീപ്പർ പോലും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് മെസ്സി വിസിലടിച്ചതും ഉടൻ തന്നെ മെസ്സി എടുത്ത ഫ്രീ കിക്കാണ് ഒരു അസാധ്യ ഡൈവിംഗിലൂടെ വൊസീഞ്ഞ എന്ന ഗോൾ കീപ്പർ സേവ് ചെയ്തത്. അങ്ങനെ 28-ാം മിനിറ്റിൽ മെസ്സി സ്കോർ ചെയ്യുന്നു. 59-ാം മിനിറ്റിൽ കേപ്പ് വെർഡെ തിരിച്ചടിക്കുന്നു. സ്റ്റോപ്പേജ് ടൈമിൽ അസാധ്യമായിട്ടുള്ള സേവ് നടത്തുന്നു വൊസീഞ്ഞ. 93-ാമത്തെ മിനിറ്റിൽ, അതായത് എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന ലീഡ് എടുക്കുന്നത്. വീണ്ടും 104-ാമത്തെ മിനിറ്റിൽ കേപ്പ് വെർഡെ സമനില പിടിക്കുന്നു ഒരു സൂപ്പർ ത്രില്ലർ ഗോളിലൂടെ. 114-ാമത്തെ മിനിറ്റിൽ മത്സരം പൂർത്തിയാക്കുന്ന തരത്തിൽ അർജന്റീന വിജയ ഗോൾ സ്വന്തമാക്കുകയാണ്. എന്തായാലും ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പോലെയായിരുന്നു. അസാധ്യമായിരുന്നു. 3:30 ഉറക്കമെണീറ്റ ആളുകൾക്ക് ആർക്കും ഈ മത്സരം അതൊരു നഷ്ടമാകില്ല. രഞ്ജിത്ത്, തീർച്ചയായും അവരുടെ ഗോൾ കീപ്പർ വൊസീനിയെ കുറിച്ച് എൽദോ പറയുകയായിരുന്നു. കേവലം 50,000 ഫോളോവേഴ്സ് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന വൊസീനിയയ്ക്ക് ഇതിന് ശേഷം സ്പെയിനുമായുള്ള മത്സരത്തിന് ശേഷം 50 ലക്ഷം കടന്നു. ഇപ്പോൾ 1 കോടി ഫോളോവേഴ്സിലേക്ക് എത്തി എന്നുള്ളതാണ്. 40-ാം വയസ്സിലാണ് ഈ പ്രതിഭ. പ്രായം തടസ്സമല്ല എന്ന് വൊസീന തെളിയിക്കുന്നു. 2026 ലോകകപ്പിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇപ്പോൾ നേരത്തെ 8 സേവുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും സമാനമായി തന്നെ 8ഓളം സേവുകൾ നടത്തിയാണ് തന്റെ ടീമിനെ രക്ഷിച്ചത്. ഇന്നും ഒരുപക്ഷെ 8 എണ്ണവും ഗോളായേക്കാവുന്ന 8 സേവുകൾ വൊസീനയുടെ ഭാഗത്തുണ്ടായി. അങ്ങനെ ലോകകപ്പിലെ അത്ഭുത രാജ്യമായി, അത്ഭുത താരങ്ങളായി കേപ്പ് വെർദെ മാറുകയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ തന്നെ ഈ ബുള്ളറ്റിനിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് അയോധ്യ ക്ഷേത്ര തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അന്വേഷണ സംഘം പുതിയ നീക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റിംഗ് നടത്താനാണ് നീക്കം. ക്ഷേത്രത്തിലേക്കുള്ള സംഭാവന എന്ന പേരിൽ സ്വന്തം ബാങ്ക് അക്കൗണ്ട് QR കോഡ് ഉപയോഗിച്ചും പ്രതികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണം, വെള്ളി, ഡോളർ എന്നിവയ്ക്ക് പുറമെ അറസ്റ്റിലായ 8 പേരെന്നായി 77 ലക്ഷം രൂപ കണ്ടെടുത്തുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഒരു മാസത്തിനിടെ ഏതാണ്ട് 7.5 കോടി രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് എന്നാണ് കണ്ടെത്തൽ. അന്വേഷണം ഉന്നതരിലേക്ക് എത്തില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. 6 साल हो गए। अच्छा, नहीं किया तो नहीं है, लेकिन अब उनको आरोप लग रहा है तो वो निर्दोषी। अब सरकार से यही मांग करते हैं कि बड़े लोगों का हाथ है, बड़े लोगों का जो है पता लगाएं, जांच करें। उसके बाद में जो है दोषी उनको सजा दी जाएगी, जो निर्दोषी है उनको छोड़ा जाएगा। उनका हमारी तो यही मांग है। वैसे जी ये तो 1 महीना लगभग होने वाला है जब से जानकारी हुई है सब लोगों को। अच्छा, जांच हो, फिर सही गलत का पता लगे तो वही सत्य होगा। പ്രതികളിൽ ഒരാളുടെ കുടുംബാംഗമാണ് സംസാരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ടി സൈത്ത് വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട്. ജീവനക്കാരെ കയറൂരി വിട്ടു. ആദ്യമൊക്കെ ജീവനക്കാർക്ക് യൂണിഫോം ഉണ്ടായിരുന്നു, പോക്കറ്റും ഈ പണം കടത്താൻ സാധിക്കാത്ത വിധമുള്ള യൂണിഫോമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഒരു ആദ്യത്തെ ചൂട് മാറിയപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അവർക്ക് എന്ത് തരത്തിലുള്ള ക്രമക്കേടുകളും കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉന്നതരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള നിലയിലാണിപ്പോൾ കാര്യങ്ങൾ. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണോ? രഞ്ജിത്ത്, പുതിയ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിൻ്റെ അവർ പുറത്തുവിടുന്നത്. ഒന്ന്, അന്വേഷണ സംഘത്തിന് 15 ദിവസത്തെ കൂടി സമയം നീട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇതുവരെ പുറത്തു വരാത്ത ചില തെളിവുകളും കണ്ടെത്തലുകളും ഉണ്ടാവുന്നത്. അതിൽ പ്രധാനമായി ഈ പ്രതികൾ സ്വന്തം QR കോഡ് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തി എന്നതാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ സംഭാവന എന്ന പേരിൽ സ്വന്തം QR കോഡ് പതിപ്പിച്ച ബോക്സുകൾ, ഇത്തരം മണി ബോക്സുകൾ കണ്ടെത്തി എന്നതാണ് SIT പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് വലിയ വ്യാപ്തിയിലേക്ക് കൂടി കടന്നുപോയി എന്നതാണ്.
35 ദിവസത്തിനിടയിൽ 7.5 കോടി രൂപയുടെ തട്ടിപ്പ്, ക്ഷേത്ര സംഭാവന തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. സ്വർണവും ഡോളറും വെള്ളിയും പുറമേയുള്ളൊരു കണക്കാണിത്. പക്ഷേ ഇതിൽ മുഴുവൻ തുകയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 77 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ റിക്കവർ ചെയ്തത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അവിടെ സ്വകാര്യ കമ്പനിയുടെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു. 400 പേരോളം വരുന്ന ഇവരിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം കിടക്കുന്നു എന്നതാണ്. ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്, ഇവരുടെ നിയമനത്തിലടക്കം വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നതാണ്. കാരണം ആ പ്രാദേശികമായ ആളുകളെ നിയോഗിക്കുന്നതിന് പകരം പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് ബോധപൂർവം വെച്ചു. അത് ഇത്തരം ഒരു തട്ടിപ്പ് നടത്താനായിരുന്നു എന്ന സംശയം കൂടി SIT നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിപുലമായ അന്വേഷണം നടത്തും. തീരുന്നില്ല. ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ, തുടക്കം മുതൽ തന്നെ സംഭാവന ലഭിക്കുന്നുണ്ട്. അന്ന് മുതൽ തന്നെ തട്ടിപ്പ് നടന്നിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷത്തെ ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ഈ ഡോളറുകളും സ്വർണവും വെള്ളികളും അടക്കമുള്ള അതിൻ്റെ ഒരു പൂർണ്ണമായ ഓഡിറ്റിംഗ് നടത്താൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഇതിനിടയിലാണ് അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നത്. എന്തായാലും ഇത് അങ്ങേറ്റം നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിൽ അയോധ്യയിലെ ക്ഷേത്ര തട്ടിപ്പ് സംബന്ധിച്ച പഴുതില്ലാത്തൊരു അന്വേഷണം നടത്തണമെന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. RSS അടക്കം ഈ വിഷയത്തിൽ അടച്ചുകൊണ്ടുള്ള കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ല എന്ന് ഉറപ്പുകൂടി നൽകിയിരുന്നു. സ്വാഭാവികമായും ആ രീതിയിലേക്ക് അന്വേഷണം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഈ SBI അടക്കം ബാങ്ക് അധികൃതരടക്കം ഈ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഒപ്പം ഈ UP-യിലെ ചില രാഷ്ട്രീയ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉയരുന്നുണ്ടല്ലോ. യോഗി ആദിത്യനാഥ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട്. ഒപ്പം RSSന്റെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു. കുറ്റക്കാർ സംരക്ഷിക്കപ്പെടരുത് എന്നാണ് RSS പറയുന്നത്. ഇതൊക്കെ BJP-യെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടല്ലോ സയ്യിദ്. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ UP സർക്കാരും കേന്ദ്ര സർക്കാരും 2 തട്ടിലേക്ക് നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. അതായത് അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും പഴിചാരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നൊരു വാദം ഉയരുന്നുണ്ട്. അതേസമയം ഈ ക്ഷേത്ര ട്രസ്റ്റും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവും പൂർണ്ണമായും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, അതിൽ കേന്ദ്ര സർക്കാരിനാണ് അതിൻ്റെ ബാധ്യത എന്ന വാദം ഉയരുന്ന മറുവിഭാഗവുമുണ്ട്. ഈ തരത്തിലേക്ക് കൂടി ഒരു തർക്കമായി കൂടി മാറുകയാണ്. നമുക്കറിയാം BJP-യിലെ ഇരു ചേരികളുടെ ഒരു ഏറ്റുമുട്ടൽ കൂടി, അതിൻ്റെ ഒരു ചേരി നീക്കം കൂടി ഇതിൻ്റെ ഭാഗമായി പ്രകടമാകുന്നുണ്ടോ എന്ന കാര്യം. യോഗി ആദിത്യനാഥ് ഒരു വശത്തും പ്രധാനമന്ത്രിയും, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥും RSSും ആ രീതിയിൽ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികളും. ഈ രീതിയിലേക്ക് ഇത് പോകുന്നു എന്ന പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് വരുന്നത്. എന്തായാലും SITക്ക് മേൽ കൂടുതൽ സമയം കൂടി കിട്ടുമ്പോൾ പഴുതടച്ച് ആ രീതിയിൽ കൂടി അന്വേഷണം നടക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് RSSന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്തായാലും കൂടുതൽ ഹിന്ദു സംഘടനകളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിപ്പോൾ രംഗത്ത് വരുന്നുണ്ട് എന്നതാണ് സാഹചര്യം. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ, വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ജാഗ്രത കുറവുണ്ടായത് എവിടെയാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ചമ്പത് റായിയെ പലവട്ടം ചോദ്യം ചെയ്തെങ്കിൽ കൂടി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം, ഇങ്ങനെ പലതരത്തിൽ എന്തുകൊണ്ട് ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിന് കൂടി SIT ഉത്തരം പറയേണ്ടി വരും. ശരി. വിഴിഞ്ഞം തുറമുഖത്ത് ഓഹരി നിക്ഷേപം നടത്താനുള്ള MSCയുടെ നീക്കത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം. അദാനിയുടെ നീക്കം മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞില്ലെന്ന് വാദം വിശ്വാസത്തിലെടുക്കാൻ ആവില്ലെന്ന നിലപാടാണ് KC വിഭാഗം. വിഷയത്തിൽ അടിയന്തര KPC യോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPC അധ്യക്ഷന് കത്ത് നൽകിയത് ഈ നീക്കത്തിന്റെ ഭാഗമായാണ് എന്നാണ് സൂചന. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് LDFും. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന LDFിന്റെ പ്രതിഷേധ സംഗമം ഇന്ന് വിഴിഞ്ഞത്ത് നടക്കും എന്നാണ് വിവരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഈ വിഷയത്തിൽ പരസ്യമായി എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് 2 KPCC ജനറൽ സെക്രട്ടറിമാരാണ്. ഒന്ന് നിയാസും മറ്റൊന്നൊരു അഭിലാഷും. ഈ രണ്ടുപേരും KC പക്ഷമാണ്. നമുക്കറിയാം, ഭരണം ആരംഭിച്ച് 2 മാസം തികയുന്നതേ ഉള്ളൂ സതീശൻ സർക്കാരിന്. അതിന് മുൻപ് തന്നെ സതീഷിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു വലിയ ലക്ഷ്യം KC വിഭാഗത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ പല വിഷയങ്ങളിലും അവർ മുന്നോട്ട് വെക്കുന്നത്.
വിഴിഞ്ഞത്തെ MSCയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വന്ന വിശദീകരണം എല്ലാവരും കണ്ടതാണ്. അത് ഒരു തരത്തിലും സർക്കാരിനെ അറിയിക്കാതുള്ളൊരു നീക്കമാണ് അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് അവർ അന്ന് വ്യക്തമാക്കിയത്. നിയമസഭയിലും മുഖ്യമന്ത്രി അത് തന്നെയായിരുന്നു പറഞ്ഞത്. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ ആശങ്കകൾ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മാത്രമേ അങ്ങനെ മുമ്പോട്ട് പോയാൽ അതിന് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിനുശേഷവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുടെ ആക്കം കൂടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് കൂടിയായ MR അഭിലാഷ് KC പക്ഷത്തെ വിശ്വസ്തനാണ് അദ്ദേഹം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് അടിയന്തര KPCC നേതൃയോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യങ്ങൾ സമീപകാലത്തുണ്ടായ വിവാദങ്ങളിൽ, അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തെ MSCയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും N ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിവാദങ്ങളിൽ കൃത്യമായ പാർട്ടി നേതൃയോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യമാണ് നേരത്തെ PM നിയാസ് ഉന്നയിച്ച അതേ ആവശ്യം MR അഭിലാഷ് കൂടി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കത്ത് പരിഗണിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ അടിയന്തരമായ ഒരു KPCC നേതൃയോഗം അടുത്തയാഴ്ച വിളിച്ചു ചേർക്കാനാണ് സാധ്യത. ആ നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള നീക്കം മറുവിഭാഗം ശക്തമാക്കുകയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന കത്തിൽ, അദാനി ഗ്രൂപ്പിന്റെ കത്തിൽ തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന് ആലോചിക്കാൻ ഒരു എംപവേർഡ് കമ്മിറ്റിയെ, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ മറ്റൊരു കത്തുകൂടി അദാനി ഗ്രൂപ്പ് സർക്കാരിന് നൽകും എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതായത് സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുക എന്നത് അതിലെ പ്രധാനപ്പെട്ട കരാറിലെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലായിരുന്നു വിഴിഞ്ഞം തുറമുഖ കരാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ നിക്ഷേപം അവിടെ നടത്തി, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു വികസന സാധ്യതകൾക്കെന്ന് പറഞ്ഞ് MSC ഇവിടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പാണ് അതിലെ സുതാര്യത ഉറപ്പുവരുത്താൻ ഏറ്റവും കൂടുതൽ നിർബന്ധിതരാകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ, അത് ഏത് തരത്തിൽ കൺസിഡർ ചെയ്യും, പരിഗണിക്കും എന്ന കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും. ശരി, അതിനിടയിൽ ഇന്നിപ്പോൾ LDFന്റെ ഒരു പ്രതിഷേധ സംഗമം കൂടി വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ട്. LDFും ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. നിയമസഭയിലൊക്കെ ആദ്യഘട്ടത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു LDFന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന അതിനെ പറ്റിയൊരു ആയുധമായി തന്നെ വിഴിഞ്ഞ വിഷയം അവർ സ്വീകരിക്കുന്ന പശ്ചാത്തലം കൂടി വരികയാണ്. മറ്റു വാർത്തയിലേക്ക് പോകണം. വൻകിട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്കുള്ള റോഡിന് എന്ന പേരിൽ ഒരു പ്രദേശത്തേക്കുള്ള റോഡും മതിലുകളും തകർത്ത് നിർമ്മാണം. വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ബന്ദികളായി തിരുവനന്തപുരം കുഴിവുള നിവാസികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലേക്കുള്ള വഴിയൊരുക്കലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഒരു ആശുപത്രിയോ വ്യവസായ സ്ഥാപനമോ ഒരു പ്രദേശത്ത് വന്നാൽ സ്വാഭാവികമായും ആ നാട്ടിൽ വികസനമാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നേട്ടം ആ നാടിന് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കഴക്കൂട്ടത്ത് ബൈപ്പാസ് സമീപമുള്ള കുഴിവിള എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം ഈ റോഡ് അക്ഷരാർത്ഥത്തിൽ കുഴിച്ച് ഒരു തോടിന് സമാനമായി ഇട്ടിരിക്കുന്ന അവസ്ഥ. ഈ റോഡിൻ്റെ നേരത്തെയുള്ള ഹൈറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഇത്രയധികം ഉയരത്തിലുണ്ടായിരുന്ന ഒരു റോഡാണ്. അതിനോട് ചേർന്ന വീടുകളും, അവിടെ ഒരു പൈതൃക ഗാർഡൻസ് എന്ന വീട്ടിലേക്കുള്ള വഴിയുണ്ട്, വീടുകളുണ്ട്, തൊട്ടിപ്പുറത്ത് തന്നെ മറ്റു ചില സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഹൈറ്റിലുള്ള റോഡാണ് ഒരു പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് കുഴിച്ച് ഈ അവസ്ഥ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലായിരിക്കും. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ വലിയ ചെളി കളമാണ്, ചെളിക്കുളമാണ്. ഏതായാലും ഇവിടെ 20ഓളം വീട്ടുകാർ ഉള്ള സ്ഥലമാണ്. എന്നോടൊപ്പം ഈ ഇതിന് തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഉടമ ചേരുന്നു. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് നടുരാത്രിയിൽ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ ഒരു രാത്രിയിൽ വന്നിട്ട് അടിച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മണ്ണ് വരെ ഇവിടുന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഈ മണ്ണ് മാറ്റി തൊട്ട് തടവ് ഓടയുടെ കരയിൽ അവിടെ കൊണ്ടുവിട്ടതിൽ തന്നെ ആളുകൾക്ക് അവിടെ വെള്ളപ്പൊക്കമായി വീടുകൾ കയറാൻ നിവൃത്തിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്?
ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നു എന്ന് പറയപ്പെടുന്നു. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഹോസ്പിറ്റൽ പേര് പറയാം. ആസ്റ്റർ മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൻ്റെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഈ റോഡ് ശരിയാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് വളരെ നാളുകൾക്ക് മുമ്പേ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ചെറിയ വഴികൾ, ഊടുവഴികൾ ഉണ്ടായിരുന്നു. വുഡ് എർത്ത് പ്രോപ്പർട്ടീസ് വാങ്ങി അവർ പ്ലോട്ട് തിരിച്ച് ഓരോ ആളുകൾക്ക് വിൽക്കുകയും അങ്ങനെ വാങ്ങിക്കപ്പെട്ടുള്ള ഒരു 10-60ഓളം ആളുകൾ ഈ സൈറ്റിൽ വീട് വെച്ച് താമസിക്കുകയും ഇതൊക്കെ വരുന്നതിന് മുമ്പേ ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഞാനും അതിൻ്റെ ഒരു ഉപഭോക്താവാണ്. എൻ്റെ മുൻ ജന്മി ശ്രീകണ്ഠനായിരുന്നു തൊട്ടടുത്തുള്ള ആൾ തന്നെ. അദ്ദേഹം എത്രയോ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുവിനെ ഞാൻ 15 കൊല്ലത്തിന് മുമ്പ് വാങ്ങുകയും കരം കെട്ടി പോക്കൂര് ചെയ്ത് പട്ടയം പിടിച്ച് ചുറ്റുമതിൽ കെട്ടി ഞാൻ സൂക്ഷിച്ചിരുന്ന ഈ വസ്തുവിൻ്റെ മതിലാണ് ഈ രാത്രിയിൽ കൊണ്ട് ഇടിച്ചു തകർത്തിയത്. 6 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു താഴ്ത്തിയപ്പോൾ ഈ മതിലിൻ്റെ മൂലയിൽ തകർന്നു വീഴുകയും 1 ലക്ഷത്തോളം രൂപ ചിലവാക്കി ഞാൻ പുതുക്കി പണിയുകയും ചെയ്തു. അന്നും റോഡിൻ്റെ വീതിയെപ്പറ്റി ഒരു തർക്കവും ഈ പെട്ടെന്നൊരു രാത്രി ചെയ്ത പണിയാണ് അല്ലേ? നാട്ടുകാരെയൊന്നും അറിയിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇവിടേക്ക് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴി ഇവിടെ ഒരു ഏണി വച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമായി ഇവിടെ ഉള്ളതല്ല. ഈ ഭാഗത്ത് ഒരു 6ഓളം വീടുകളുണ്ട്. ഇതിനപ്പുറം ഭാഗത്ത് ഇവിടെ നേരത്തെ മതിലുണ്ടായിരുന്നു അല്ലേ? മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. ഈ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇളകി ഇതൊരു 6 വീടുകളിലേക്കുള്ള വഴിയുള്ള ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, ഒന്ന് താഴെ അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഗേറ്റിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. എന്നാണ് നിങ്ങളുടെ വീടും ഇവിടേക്കുള്ള വഴിയും ഗേറ്റൊക്കെ പൊളിച്ചു തന്നായിരുന്നു? തിങ്കളാഴ്ച അതിരാത്രി പാതിരാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ ഇവർ വന്നത് തുടങ്ങിയ സമയത്തെ വന്നപ്പോൾ ചോദിച്ചു എന്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റോഡൊന്ന് ലെവൽ ചെയ്യുന്നതേ ഉള്ളൂ. ലെവൽ ചെയ്ത് ഇതേ കണക്കിന് ടാർ ചെയ്യാനുള്ള പരിപാടി. ഞാൻ നോക്കി പണ്ടത്തെ കണക്ക് ഇവിടെ കുഴിക്കാൻ പറ്റത്തില്ല. ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിഷയമാക്കി ഇതിൻ്റെ ഓണേഴ്സുകളെല്ലാം വന്ന് ഒത്തുതീർപ്പാക്കി ഇനി ഇവിടെ കുഴിക്കില്ല, ഈ ലെവലിൽ റോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ്. നിങ്ങൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള അപ്പോൾ എങ്ങനെയാ ഇനി ഇങ്ങോട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഇതുവഴി കയറി പോകുന്നത്? എങ്ങനെയാണ് ഇനി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് വേറെ വീടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബ വീടാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ വഴിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട് കൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരോടും പറയാതെ പെട്ടെന്ന് പൊളിച്ചു കളയാറ്. ഈ ഗേറ്റ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റ്? അതെ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഈ ഹൈറ്റിൽ റോഡ് വരുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. അവർ പറയുന്നത് ഏകദേശം ഈ ഹൈറ്റിൽ വരുമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോരാ, വരുമെന്നുണ്ടെങ്കിൽ അത് റൈറ്റിങ്ങിൽ എഴുതി എഗ്രിമെൻ്റ് കണക്കാക്കി തന്നാൽ ഇവിടെ റോഡിൻ്റെ പണി തുടങ്ങാം. അതല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകും. ഏതായാലും ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ റോഡ് പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്രയധികം ഒരു ഹൈറ്റ് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാകുമെന്ന് കരുതുന്നു. സാധാരണ അപ്പോൾ ഉള്ള റോഡ് അത് ഇപ്പോൾ പുതിയ റോഡ് നിർമ്മിക്കാനെന്ന പേരിൽ ഇങ്ങനെ കുഴിച്ച് നാട്ടുകാരെ ഒരു അഗാധ ഗർത്തത്തിലും അതുപോലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഏണി വെച്ച് പോകേണ്ട അവസ്ഥയിലുമാക്കിയാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട്. ആ സ്ഥലങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ പ്രദേശത്ത് നിരവധി വീടുകളും അങ്കണവാടി പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഇവിടെ ഉള്ളത് ഈ ഓടയുടെ ഉയരമാണ്. ഈ ഓടയുടെ ഉയരം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അങ്കണവാടിയിൽ നിന്നൊക്കെ ഇനി ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനനുസരിച്ച് ഈ അങ്കണവാടിയുടെ ഗേറ്റും അതിൻ്റെ സ്ഥലവും ഒക്കെ ഉയർത്തേണ്ട സാഹചര്യമുണ്ട്. നിരവധി വീടുകളും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട്. വീടുകളുടെയൊക്കെ ഏതാണ്ട് ഈ പൊക്കത്തിലൊക്കെ പലയിടത്തും സ്ലാബ്, ഈ റോഡിൻ്റെ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള സ്ലാബ് 2 വശത്തും വരുന്നു എന്നുള്ളതാണ് വീടുകൾ നേരിടുന്ന പ്രതിസന്ധി. തൊട്ടപ്പുറത്തുള്ള വീടുകൾക്കൊക്കെ ആ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. മാത്രമല്ല ഇവിടെ സ്വാഭാവികമായും ഈ 2 വശവും പൊങ്ങി വരുമ്പോൾ ഒരു മുൻപ് വയലായിരുന്ന പ്രദേശമാണ്. വെള്ളപ്പൊക്ക ഭീഷണിയും ഇവിടെ ഉണ്ടാകും. നാട്ടുകാർക്ക് നമുക്കൊപ്പം ചെയ്യുന്നത് എന്താണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം? ഈ റോഡ് ഇത്ര പൊക്കത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ വെള്ളത്തിലാവും. കാരണം ഈ റോഡിൽ കൂടെ വരുന്ന വെള്ളം ഒട്ടും ഇങ്ങോട്ട് വരില്ല. ഇപ്പം തന്നെ ഇവിടെ കംപ്ലീറ്റ് പൊക്കിക്കഴിഞ്ഞു. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പോകാൻ വഴിയില്ല. ഇവരെന്താണ് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ പണി തുടങ്ങി നിങ്ങൾ അറിയിക്കാതെ? ഞങ്ങളെ അറിയിച്ചിട്ടൊന്നുമില്ല. കാരണം ഇതെല്ലാം ശ്രീധന്യ കമ്പനി അവർക്ക് വേണ്ടിയാണ് സത്യം ചെയ്യണത്. അല്ല, ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നെങ്കിലും അതല്ല. കാരണം അയാൾക്ക് ഇവിടെ കുറച്ച് ബിൽഡിംഗ് തീർക്കണം, അതിലേക്കുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഫ്ലാറ്റ് തന്നെ കംപ്ലീറ്റ് പൊക്കിയിട്ടുണ്ട് അവിടെ. അതിലേക്കാണ് സത്യം ചെയ്യണത്. അതുപോലെ ഇവിടെ ഈ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാവില്ലേ? ഇങ്ങനെ എത്ര ഹൈറ്റിലൊക്കെ വരില്ല? ഇത്രയും ഹൈറ്റ് വരില്ല? പറ്റില്ല.
മാർക്കും അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ പ്ലോട്ടാണ്, ഈ ശ്രീധന്യയിലാണ്. അതിൻ്റെ അടുത്ത പ്ലോട്ടിൽ വെച്ചാൽ അതിൻ്റെ വഴി അവിടെയാണ്. അവർക്ക് ഇവിടുന്ന് ഇറങ്ങാൻ ഒക്കില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ സ്വാഭാവികമായും വികസിച്ച് ഈ റോഡ് കുറച്ച് ദിവസത്തിന് ശേഷം റോഡ് ശരിയായി വരാം. അപ്പോഴത്തേക്കും വീടുകൾ മുഴുവൻ ഒന്നുകിൽ വലിയ ഉയരത്തിലാകും, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. തൊട്ടപ്പുറത്തൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ളാറ്റുകളുമൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. വളരെ വേഗത്തിലാണ് ഇവിടെ പണി മുന്നോട്ട് പോകുന്നത്. ഇന്ന് MLA അടക്കമുള്ളവരുടെ വന്ന് നാട്ടുകാരുടെ പരാതി കേട്ടിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണം, അവരെ കൊണ്ട് വിശ്വാസമെടുത്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശമൊക്കെ MLA നൽകിയിരുന്നു. വൻകിട ആശുപത്രികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നാടിന് വികസനം കൂടിയാണ്. പക്ഷേ അങ്ങനെ വികസനം വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ, അവരുടെ വീടുകൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ വഴി ഇതൊക്കെ അടയ്ക്കാതെ അതിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള വികസനം വേണം വരേണ്ടത്. ഈ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. നാളെ എങ്ങനെ വഴികൾ നടക്കുമെന്ന ആശങ്ക, എങ്ങനെ വീട്ടിൽ കഴിയുമെന്ന ആശങ്ക, ആ ആശങ്കയിൽ കൂടി പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണ്. സന്തോഷ് കുമാറിനൊപ്പം BVR ന്യൂസ് 18 തിരുവനന്തപുരം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അമ്മ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ച് രമേശ് പിഷാരടി. പുറത്തു വന്ന ഓഡിയോ ലീക്കല്ല, റിലീസാണ്. ഒരു അധികാര സ്ഥാനത്തും കടിച്ചു തൂങ്ങാനില്ല. ഓഡിയോയിൽ പറയുന്ന അഴിമതി വെറും ആരോപണം മാത്രം. അഡ്ഹോക് കമ്മിറ്റി വന്നത് പ്രത്യേക സാഹചര്യത്തിൽ നിന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ വലിയ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം. ബാക്കി ചുമതലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ. ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടല്ലോ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്. ഇതിനിടെ നടിമാരായ അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, പരിധി വിടുകയാണ് അമ്മയിലെ തർക്കം. ഇപ്പോൾ രമേശ് പിഷാരടി അടക്കമുള്ള അഡ്ഹോക് കമ്മിറ്റി കൂടി രാജിവെക്കുമ്പോൾ എന്തെങ്കിലും പകരം സംവിധാനം ഒരുക്കാതെ ഇത് മുന്നോട്ട് പോവില്ല. നേരത്തെ ശ്വേത അടക്കമുള്ളവർ രാജിവെച്ചവർ ഇപ്പോഴും തങ്ങളാണ് ആ സ്ഥാനത്ത് എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് അമ്മയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള മുതിർന്ന താരങ്ങളുടെ ഇടപെടലോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ അമ്മയിൽ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയിലെ ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ ചർച്ചകളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഈ ജൂൺ 21-ാം തീയതിയാണ് ഇവരുടെ ജനറൽ ബോഡി യോഗത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ, അതേ കൃത്യമായ കണക്കുകൾ കാണിച്ചില്ല എന്നുള്ള ആരോപണമായിരുന്നു പ്രധാനമായി ഈ കമ്മിറ്റിക്കെതിരെ ഉയർന്ന. ആ സമയത്താണ് ശ്വേതാ മേനോൻ ഞാനും എൻ്റെ ടീമും രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അത് അവരോട് കണക്കുകൾ ബോധ്യപ്പെടുത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രാഥമിക അംഗത്വം കൂടി രാജിവെക്കുകയാണ് എന്ന് ശ്വേതാ മേനോൻ മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. മാധ്യമങ്ങളോട് പറഞ്ഞതും ഇങ്ങനെയാണ്, താൻ ഈ സ്ഥാനം രാജിവെക്കുകയാണ്, തനിക്കൊരു വ്യക്തിത്വമുണ്ട്, പല കാര്യങ്ങളും സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അമ്മയുടെ അധ്യക്ഷയായിരിക്കുന്നത് കൊണ്ടും പറയാൻ കഴിയുന്നില്ല, അത് അങ്ങനെ താൻ പാവയായിരിക്കാൻ തനിക്ക് ആകില്ല, തനിക്കൊരു വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് എന്ന് ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിൽ പ്രാഥമിക അംഗത്വം കൂടി രാജിവെക്കുകയും
ഇറക്കിയാണ് എന്നാണ് പറഞ്ഞത്. അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയുമാണ് അതിൽ നിന്നും ആദ്യമായിട്ട്, അതായത് ഈ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് അൻസിബ ഹസൻ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റാണ് ലക്ഷ്മിപ്രിയ. ഇവരായിരുന്നു ആദ്യം രാജിവെച്ചത്. അതേ തുടർന്നാണ് അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തു വന്നതും വലിയ ചർച്ചയായി മാറുന്നതും ഒക്കെ ഉണ്ടായത്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ശ്വേതാ മേനോൻ ഈ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ കോടതിയെ സമീപിച്ചു, എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചു. അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാൻ അധികാരമില്ല, അധികാരത്തെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് വന്നത്. അതേ തുടർന്നാണ് ഇന്നലെ രമേശ് പിഷാരടി, ഇതിന്റെ കൺവീനർ, അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ രമേശ് പിഷാരടി രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതായത് താൻ ഔദ്യോഗികമായി രാജി പ്രഖ്യാപിച്ചിട്ടില്ല, രാജിക്കത്ത് നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ താനും തന്റെ ടീമും തന്നെയാണ് തുടരുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ്, ഒന്നൊരു സൂചനയാണ് ശ്വേത നൽകി വെക്കുന്നത്. അത് മാത്രമല്ല, ഇതുവരെയും ഈ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ആരുടെയും മെയിൽ രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്ന് സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കൈലാഷ്, അതുപോലെ ജോയ് മാത്യു, അതുപോലെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ജയന്ത് ചേർത്തല തുടങ്ങിയ ആളുകളൊക്കെ രാജിവെക്കുകയും ചെയ്തു. സ്ത്രീകളെ ഏൽപ്പിച്ചതുകൊണ്ട് സംഘടന നന്നാകും എന്നുള്ള ധാരണ തെറ്റിപ്പോയി എന്ന് ജോയ് മാത്യു പറയുന്നുണ്ട്. ഇവർക്ക് അധികാരക്കൊതിയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ കടിച്ചു തൂങ്ങുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ജോയ് മാത്യുവിന്റെ ഭാഗത്തുനിന്ന് വന്നത്. രമേശ് പിഷാരടിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം രാജിവെക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് തനിക്ക് കടിച്ചു തൂങ്ങേണ്ട സാഹചര്യമില്ല. നിലവിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അമ്മയുടേതായ ചില പ്രവർത്തനങ്ങളുണ്ട്, അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, കൈനീട്ടവും അതുപോലെ സഞ്ജീവനി ഉൾപ്പെടെയുള്ള ചികിത്സാ പദ്ധതികളും ഒക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നതും അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ജനറൽ ബോഡിയുമാണ്. അതുമാത്രമല്ല, ഈ അഡ്ഹോക് കമ്മിറ്റി ജനറൽ ബോഡി ചേർന്ന സമയത്ത് ഈ ഭരണസമിതി തുടരണമോ എന്ന് ചോദിച്ച സമയത്ത് വളരെ ചുരുക്കം പേരോ, 17 പേരോ മറ്റുമാണ് അന്ന് ഹാൻഡ് റൈസ് ചെയ്തത് എന്നാണ് ഉഷാ ഹസീന വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഉഷാ ഹസീന ഇന്ന് അവർ വാർത്താ സമ്മേളനം നടത്തുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഏതായാലും ഇന്നലെ മുതൽ തന്നെ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. 100ഓളം രാജ്യങ്ങളിലെ ജനപ്രതിനിധികളും ലക്ഷക്കണക്കിന് ജനങ്ങളും ടെഹ്റാനിലേക്കെത്തി. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതിയിരുന്ന IRGC കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദിയും ചടങ്ങിനെത്തി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പാബ്രിത മാർഗരറ്റയും അയത്തുള്ള ഖമേനിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അജയ് സുധ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, വിപുലമായ ചടങ്ങുകളാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രഞ്ജിത്ത്, വൻ ചടങ്ങുകൾ തന്നെയാണ് ഇറാനിൽ നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളും ആരംഭിക്കും. നിലവിൽ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾക്കായി ഒരുക്കിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്. ഇതിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ബീഹാർ ജനറലായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും അതുപോലെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റയുമാണ് പങ്കെടുത്തത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അവർ ആയത്തുള്ള അലി ഖമനേയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വരുന്ന വിഷ്വലാണ്. ഇന്ത്യൻ പ്രതിനിധികൾ മൃതദേഹത്തിന് സമീപം വന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന വിഷ്വൽസ് നമുക്ക് സ്ക്രീനിൽ കാണാം. അതിനുശേഷം ഇറാന്റെ നിലവിലുള്ള എല്ലാ പ്രമുഖ നേതാക്കളെയും അവർ നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. നിലവിൽ 100ഓളം രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ ഇറാനിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലേഷ്യ, ടുണീഷ്യ, ഖത്തർ, അതുപോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ജോർജിയ, ഇറാഖ്, റഷ്യ, ചൈന, അതുപോലെ തന്നെ ഹമാസിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ നിലവിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ, എന്തിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ടെഹ്റാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുൻ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങിൽ ഉള്ളതുപോലെ കോടിക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുമോ എന്നുള്ള സംശയത്തിലാണ് തീർച്ചയായിട്ടും ഉള്ളത്. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇറാൻ അവരുടെ എയർ സ്പേസ് ഉൾപ്പെടെ പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട്. തീർച്ചയായും അജയ്, നമുക്ക് വിശദമായി തന്നെ വാർത്തയിലേക്ക് വരാം. ഇറാന്റെ നേതാക്കളൊക്കെ വിതുമ്പുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. മറ്റൊരു വാർത്ത, കാർത്തികൻ വി സാംബശിവൻ ഓർമ്മയായിട്ട് ഇന്ന് 30 വർഷം. ഒരു കാലത്തെ കഥാപ്രസംഗ കലയിലൂടെ ഉത്സവപ്പറമ്പുകളെ ഇളക്കിമറിച്ച സാംബശിവന്റെ പാതയിലൂടെ ഇന്നും കഥ പറയുകയാണ് പത്തനംതിട്ട നിരണം സ്വദേശിയായ നിരണം രാജൻ. സാംബശിവനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച വ്യക്തി കൂടിയാണ് കാർത്തികനായ നിരണം രാജൻ. നമസ്കാരം. എങ്ങനെയാണ് സാർ? ഒരിക്കലും ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭവനങ്ങളിൽ ട്രിവാൻഡ്രം ഭാഗത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറും. ഒത്തിരി ബഹുമാനിച്ചിരുന്ന എന്നെ പോലെ ലക്ഷം ജനങ്ങൾ
എന്നോടും അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കഥാപ്രസംഗത്തിൽ നമ്മുടെ കഥാപ്രസംഗത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ പല കഥകൾ നേരിട്ട് കേൾക്കുവാൻ അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ കഥകൾ ഞാൻ വേണ്ടതിന് അയച്ചു കൊടുത്തിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇന്ന ഭാഗം ശ്രദ്ധിക്കണം, അത് മനോഹരമായിരുന്നു. ഈ സാംബശിവന് കത്തയച്ചെന്ന് പറഞ്ഞു. അതെ ഒരു കത്ത് ഞാനൊരു കത്തയച്ചു. ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് അയച്ചു. അതിന് മറുപടി തന്നെ. ഇന്നത്തെ കാലത്ത് ആരാ മറുപടി നടക്കാൻ പോകുന്നത്? അന്ന് വേറെ കമ്മ്യൂണിക്കേഷൻ വേറെ മാർഗ്ഗമില്ല, മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളും ഇല്ല. അതൊക്കെ അങ്ങനെ ഒത്തിരി ക്വാളിറ്റി ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു പരിധി കഴിഞ്ഞ് ഉയരാനും പറ്റുകയുള്ളൂ. നല്ല ഡിസിപ്ലിൻ ലൈഫ്. നമ്മൾ അതുപോലെ തന്നെ ഞാൻ ഈ പല വേദികളിലും ചേരും ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ അല്പം ശബ്ദമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം അദ്ദേഹത്തെ ഇപ്പോൾ സാമ്പശിവനായി വിളിക്കുന്നു ചോദിച്ചു, സാറേ എന്നാണ് വിഷയം? വിശേഷം സാർ ഇന്ന് പ്രോഗ്രാം ഇന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, നാളെ ഇടിക്കും. നമ്മൾ പറഞ്ഞ് കേൾക്കത്തില്ല, അതിന് ശബ്ദം അത്രമാത്രം സൂക്ഷിക്കുന്ന ആളായിരുന്നു. നമ്മൾ ഇതെന്തോ പറയുന്നത് എന്ന് പറഞ്ഞാൽ കാരണം വൈകുന്നേരം സംസാരിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ അമിതമായ സംസാരമില്ല, വളരെ ലിമിറ്റായിട്ട് മെല്ലെ സംസാരിക്കും. കഥാപ്രസംഗ കലാകാരന്മാർക്ക് അന്നത്തെ ഒരു സംഘടനയുണ്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ അടുത്തൊരു ഇടപെടാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? അദ്ദേഹമാണ് സംസ്ഥാന പ്രസിഡന്റ്. ആ കാലഘട്ടത്തിൽ 350 കാഥികന്മാരുണ്ടായിരുന്നു ആ യൂണിയനിൽ. പുരോഗമന കഥാപ്രസംഗ കലാസംഘടന എന്ന ആ സംഘടനയുടെ പേര്. ആ സംഘടന ഇപ്പോഴും ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ബി ഹർഷകുമാറാണ്, ജനറൽ സെക്രട്ടറി ചിറക്കര സലീംകുമാറാണ്, ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റാണ്. അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം കഥാപ്രസംഗം ഇല്ലാതായി എന്നൊരു രീതിയിലേക്ക് വന്നില്ല. ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നുണ്ടല്ലേ? അതില്ല, ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പ്രൗഢി, മറ്റൊരു ഉത്സവമുണ്ടോ ഒരു കഥാപ്രസംഗമുണ്ട്. അത് സാമ്പശിവൻ ഏതെങ്കിലും കാഥികന്മാരുടെ അന്ന് നമുക്ക് നിർത്താൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ കഥാപ്രസംഗം സാമ്പശിവൻ ആ മനുഷ്യനുള്ളത് കൊണ്ട് പല കാഥികന്മാർക്കും അവസരങ്ങൾ കിട്ടിയായിരുന്നു, വേദികൾ കിട്ടിയിരുന്നു. ഇപ്പൊ അങ്ങനെ തീർച്ചയായും കഥാപ്രസംഗ കല അതിൻ്റെ ഒരു നല്ല കാലം ഓർത്തെടുക്കുകയായിരുന്നു അദ്ദേഹം. നിരണം രാജൻ. നമുക്ക് തൽക്കാലം രാവിലെ ഇനിയുള്ളത് ഫുട്ബോൾ വിശേഷങ്ങളാണ്. എൽദോ പോൾ ചേരും ഒരിടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.